ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ചെയ്തിരുന്നു ഈ LLB LLM എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് LLB എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട ഒരു 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പാർട്ട് 1 എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഹൗ ടു പ്രിപ്പയർ ഫോർ ആൻ LLB ഓർ LLM എൻട്രൻസ് എക്സാം. ഒരു പ്രവേശന പരീക്ഷ അല്ലെങ്കിൽ മത്സര പരീക്ഷ അല്ലെങ്കിൽ എൻട്രൻസ് സംബന്ധിച്ച് കീ ആയിട്ടുള്ള ഒരു കാര്യം റിവിഷനാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഡെയിലി ബേസിസിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ നിൽക്കണം നിർബന്ധമില്ല. പ്രധാനമായിട്ട് എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ അവർ പറയുന്ന പ്രധാനമായിട്ടൊരു കാര്യമാണ്, സാർ മറന്നു പോവുകയാണ്, സാർ ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിവൈസ് ചെയ്യണം. റിവിഷൻ ഡെയിലി ബേസിലായിരിക്കണം, വീക്ക്ലി ബേസിസ്, മന്ത്ലി ബേസിസ്. ഈ 3 ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ഒരു സാധനം പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? പഴയ സാധനങ്ങൾ റിവൈസ് ചെയ്യണം. ഓക്കെ, സ്റ്റഡി റിവൈസ്, അതൊരു സൈക്കിൾ പോലെ, സ്റ്റഡി റിവൈസ് ആ ഒരു സൈക്കിൾ പോലെ. അപ്പോൾ റിവിഷൻ വളരെ കീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, റിവിഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന് ഡെയിലി ബേസിസ്, വീക്ക്ലി ബേസിസ്, മന്ത്ലി ബേസിസ് നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതും കൊണ്ടൊരു ബെനിഫിറ്റ് നമുക്കില്ല. നമുക്ക് അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് ആണ്. ഒരു പരീക്ഷയ്ക്ക്, അതിപ്പോൾ ഏത് പരീക്ഷ ആയിക്കോട്ടെ, അപ്പം നമ്മുടെ ലോ എൻട്രൻസിനായാലും നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ സിലബസ് എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ സ്റ്റഡീസ് എപ്പോഴും ആ സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്തായിരിക്കണം. ഓക്കെ, നമ്മൾ ആ സിലബസിന്റെ പെരിമീറ്ററിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ പഠിക്കും. ഇപ്പോൾ ഭൂമിയുടെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ സിലബസിൽ വേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഒട്ടൊരു 99% ലോ എൻട്രൻസിന്റെ സിലബസ് എന്തായിരിക്കും? ലോജിക്കൽ റീസണിങ് ആൻഡ് അരിത്തമെറ്റിക്, മാത്സ്, പിന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്. ഇത് 4 ആയിരിക്കും ഒട്ടുമിക്ക 99% ലോ എൻട്രൻസിന്റെ സിലബസ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രോപ്പർലി സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്തായിരിക്കണം നിങ്ങളുടെ സ്റ്റഡീസ്. ഇപ്പം ഞാൻ പല കുട്ടികളെയും കണ്ടിട്ടുണ്ട്, സിലബസിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ പഠിക്കാതെ വേറെ വലിയ വലിയ കാര്യങ്ങൾ പഠിച്ച് അവസാനം എൻട്രൻസിന് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫെയിലാവുന്ന ഒരുപാട് കുട്ടികളെ കാണാം. നമ്മൾ എപ്പോഴും നമ്മുടെ സ്റ്റഡീസ് നമ്മുടെ സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണം. സിലബസിൽ തന്നെ ഇപ്പോൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ ചില ഏരിയാസ് ഉണ്ട്. എല്ലാം നമുക്ക് ലീഗൽ സബ്ജക്റ്റ് മൊത്തം പഠിക്കുക എന്നുള്ള കാര്യം ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ലീഗൽ സബ്ജക്റ്റിൽ തന്നെ ചില പ്രത്യേകം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്റ്റുകളുണ്ട്, പ്രൈമറി സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള പ്രോപ്പർ സ്റ്റഡീസ് ആയിരിക്കണം. സിലബസ് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. സിലബസ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം. ഒരു കാര്യം പഠിക്കുമ്പോൾ ഇതെനിക്ക് വേണോ അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ളതാണോ നിങ്ങൾ റിവ്യൂ ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. നിങ്ങൾക്കത് ആവശ്യമില്ല എന്നുള്ളത് നിങ്ങളത് പഠിക്കരുത്. വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റഡിയാണ്. നമ്മളൊരു പരീക്ഷയ്ക്ക് പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ തയ്യാറെടുക്കുമ്പോൾ അതിന് മുൻ വർഷങ്ങളിൽ ആ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കണം. കാരണം പ്രീവിയസ് ഇയറിന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ബട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഏരിയാസ് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെ നോക്കണം. നിങ്ങൾക്ക് സിലബസിനെ പറ്റി അല്ലെങ്കിൽ ചോദ്യം വരുന്ന ഏരിയ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സെറ്ററിന്റെ മൈൻഡ് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇത്രയും കോമ്പറ്റീഷനുള്ള ഹെവി കോമ്പറ്റീഷനുള്ള ഒരു എക്സാമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ സ്പോട്ട് ഓൺ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒരു 3 വർഷം 4 വർഷം നിങ്ങൾ എടുത്തൊന്ന് റിവ്യൂ ചെയ്യുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, നിങ്ങൾ ഇതൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടുക. അതുപോലെ തന്നെ ഗൈഡ്. അപ്പോൾ അത് ഗൈഡ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല, മാൻഡേറ്ററി ഒന്നും അല്ല. ബട്ട് ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഗൈഡ്, ഏത് ഗൈഡ് സാർ, ഏത് ഗൈഡ് വേണം, ഏത് ഗൈഡ് നോക്കണം എന്നുള്ള ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈഡ് നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ടീമിൻ്റെ ഗൈഡൊന്നും ഞാനിവിടെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പം എന്ന് തോന്നുന്ന, നിങ്ങൾ ലാംഗ്വേജ് എളുപ്പം തോന്നുന്ന ഒരു ഗൈഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഗൈഡ് മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടോ, ക്വസ്റ്റ്യൻസ് ഉണ്ടോ, സബ്ജക്ട് എക്സ്പ്ലെയിൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ചെയ്യാൻ അതിനെ പറ്റിയൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ, ഏത് ഗൈഡ് നിങ്ങൾ സെലക്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, പിന്നെ കോച്ചിങ്ങിൻ്റെ കാര്യം. ഇപ്പോൾ കോച്ചിങ് ഞാൻ പറഞ്ഞില്ലേ, അത് ഡിപ്പെൻസ് ഓൺ. ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സ്വയം പഠിച്ച് നേടാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോച്ചിങ്ങിനൊന്നും ആവശ്യമില്ല. ഇനി അതല്ല, എനിക്കൊരു അസിസ്റ്റൻസ് വേണം, എനിക്കൊരു മെന്റർഷിപ്പ്, പ്രത്യേകിച്ച്
ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ഒക്കെ ഒരു മെന്റർഷിപ്പ് കിട്ടിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അത് ഡിപ്പെൻഡ്സ് ഓൺ യു പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോച്ചിങ് സൗകര്യങ്ങൾ അവൈൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കോച്ചിങ് എടുത്തുള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, കോച്ചിങ്ങിൻ്റെ മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ കിട്ടും. നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ്ഡ് ടെംപ്ലേറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യും എത്താൻ പറ്റും. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് സാറ് കോച്ചിങ് എടുക്കുന്നുണ്ടോ, സാറ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ നിലവിൽ അഡ്ഹോക്ക് ലീഗം എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ആപ്പിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇഫ് യുവർ ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ഡെഫിനറ്റ്ലി യു ക്യാൻ ജോയിൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എനിക്കൊന്ന് DM ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പിലൂടെ ലൈവ് സെഷൻസ് ഉണ്ട്, റെക്കോർഡ് സെഷൻസ്, നിങ്ങൾക്ക് ഓൺലൈൻ എക്സാംസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വീക്കിലി മോട്ടിവേഷൻ ക്ലാസ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് നിങ്ങൾ നല്ലൊരു ലോ കോളേജിൽ എത്തിക്കുന്ന രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇഫ് ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കോൺടാക്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഗൈഡിൻ്റെ കാര്യം, കോച്ചിങ്ങിൻ്റെ കാര്യത്തെ പറ്റി പറയാനുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ സാധനം മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. നമ്മളൊരു എൻട്രൻസിന് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഹെൽപ്പുള്ള ഒരു സാധനമാണ്. കാരണം നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് ഗൂഗിൾ വഴി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളും നിങ്ങൾക്ക് സ്റ്റഡിയായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒതന്റിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നോക്കി പഠിക്കുക, തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ നോക്കി പഠിക്കാതിരിക്കുക. പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം അതും ഇതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങളൊക്കെ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. നമ്മൾ ഒരുപാട് കുട്ടികൾ പറയാറുള്ളത് സാർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റാഗ്രാം ഭയങ്കര ഡിസ്ട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത് പിരിക്കാൻ പറ്റുന്നില്ല. ഗൈസ്, നിങ്ങളൊരു കാര്യം പറയും, അതായത് ഇനി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ലോ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ സ്റ്റോറി ഇടാൻ വേണ്ടി ആയിരിക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറുക. അല്ലെങ്കിൽ അടുത്ത വർഷം ഈ സമയത്ത് ഞാനൊരു ലോ കോളേജ്, എനിക്ക് ഇഷ്ടപ്പെട്ട ലോ കോളേജിൻ്റെ ക്ലാസ് റൂമിൽ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇരിക്കുന്നൊരു ഫോട്ടോ ഞാൻ സ്റ്റോറി ആയിട്ട് ഇടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം എടുക്കുള്ളൂ എന്ന് പറഞ്ഞ ഒരു ശബ്ദം അങ്ങ് എടുക്കുന്നേ. ഒരു ചലഞ്ച് പോലെ അങ്ങ് ഏറ്റെടുക്കും നിങ്ങൾ. അങ്ങനെയൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ വാശിയോടെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ അങ്ങനെ വാശിയോടെ നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നമുക്കതൊരു വേണ്ട എന്ന് തോന്നൽ വരുമ്പോഴാണ് ഡിസ്ട്രാക്റ്റഡ് ഉള്ളൂ. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇഫ് യു ആർ ഇൻ ടു ദാറ്റ് നോ ഡിസ്ട്രാക്ഷൻസ്. ഓക്കെ, ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമൊന്നും അതിലേക്ക് വരില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ്. ഇപ്പം നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്നു, കുറേ സബ്ജക്റ്റുകൾ നമ്മളിങ്ങനെ വാരി വലിച്ച് അത് ഇതൊക്കെ പഠിക്കുന്നെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മൾ പഠിച്ച സബ്ജക്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെ പറ്റും. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഡെയിലി ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, MCQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ അത് നിർബന്ധമായി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്നുള്ള നിർബന്ധമായിട്ടുള്ള കാര്യം. എന്നാൽ നിങ്ങൾ എൻട്രൻസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സീഡ് ആകാൻ പറ്റും. കാരണം വെറും സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് മാത്രം എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോളേജ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എൻട്രൻസിന് പോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എന്താ പറയുക എൻട്രൻസ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ബാക്കി ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് വഴി നമ്മൾ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ എന്താ പറയുക ഉഷാറായിട്ട് പഠിക്കുക. നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ ഡ്രീംസ് എപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു കുറവില്ലാത്ത വേണ്ട ഒരു സാധനം ഡ്രീംസാണ്. നമ്മൾ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കൊണ്ട് കാണുന്നതല്ല, നമ്മളെ ഉറക്കം കെടുത്തുന്നതാണ് ഡ്രീംസ് എന്നാണ് നമ്മുടെ വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രീം ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് നിന്ന് കയറണമെങ്കിൽ എന്ത് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ ലക്ക് ഫാക്ടർ ഉണ്ട്. ലക്ക് ഫാക്ടറൊക്കെ ഒരു ചെറിയ എലമെൻ്റ് ഉള്ളൂ. 90% നമ്മുടെ ഹാർഡ് വർക്കാണ്, ഒരു 10% ഒക്കെ ലക്ക് ഫാക്ടർ ഉള്ളൂ. ഈ 90% കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ 10% നിങ്ങളൊപ്പം വരുന്നേ ഒരു പ്രശ്നമില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളും പ്രധാനമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ കണ്ടൻറ്റൊക്കെ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നമ്മൾ ഇനി കൂടുതൽ കണ്ടൻറ്റൊക്കെ വരുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. താങ്ക് യു.